ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിലമ്പൂരിക്ക് പോവുകയാണ്. അവിടെ നിലമ്പൂർ ശ്രീ കുറത്തിക്കോട്ടയിൽ കാളിമുത്തപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സ്വാമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ചായ ഒന്നും വല്ലാതെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിലമ്പൂർ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ മഹാറാണി സിൽക്സിൽ കയറിയിരുന്നേ. എന്നിട്ട് അവിടുന്ന് സ്വാമിക്ക് ഒരു ഡ്രസ്സും പിന്നെ അനുമോൾക്കുള്ള ഡ്രസ്സും എടുത്തുവേ. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നേ. പിന്നെ പൊന്നു അവിടെ എത്തിയപ്പോഴേക്കും പൊന്നു തുടങ്ങി ആ ഡ്രസ്സ് എടുക്കലും ഈ ഡ്രസ്സ് എടുക്കലും, ഇതും മതി അതും മതി പറഞ്ഞിട്ട് ഓരോന്ന് നോക്കി തരയല്ലോ കേട്ടോ. പെൺകുട്ടിയല്ലേ, സത്യം പറയാമല്ലോ. നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നൊക്കെ അങ്ങനെ ഒത്തിരി കടകളുടെ ഇടയിൽ കയറി ഇങ്ങനെ സാധനം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ നിലമ്പൂർ എത്തിയപ്പോഴേക്കും നമുക്കങ്ങനെ ശീലമില്ലല്ലോ. പൊതുവേ പെരിന്തൽമണ്ണ നല്ല എടുത്തുള്ള ശീലം. അപ്പോൾ നല്ലതൊക്കെ കിട്ടുമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി മറിച്ച് ഇവിടെ നല്ല സെലക്ഷനും നല്ല റേറ്റിന് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നേ. സത്യത്തിൽ നമ്മൾ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ പിന്നെ തുണിക്കടയും കൂടി അല്ലേ, തുണിക്കടയിൽ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നോക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവുമല്ലോ. എന്തായാലും അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയേ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന സാരിയുടെ കളക്ഷൻ കണ്ടിട്ട് പൊന്നിങ്ങനെ വെറുതെ അതുമ്മ കൂടെ ഒക്കെ കളിച്ച് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അവിടെ ഒന്നൊരു കറക്കൊക്കെ കറക്കി അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടേ. നിലമ്പൂർ മഴ ഉണ്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കാട്ടിലൂടെ പോവാൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയേ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞായിരുന്നു. എന്നാലും ഒന്നും നോക്കിയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സ്വാമിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അനുമോളെ ഇന്ന് കളിപ്പിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണശാലയ്ക്ക് പോയി. അവിടെ എല്ലാം സെറ്റായിരുന്നു. ഇനി ഭക്ഷണം വിളമ്പേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എല്ലാവരും സ്വാമിയുടെ വരവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ വിളക്ക് കത്തിച്ച് ഒരു നാക്കിലിട്ട് അതിലെല്ലാ സദ്യവട്ടങ്ങളും വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അതിന് ശേഷം സന്തോഷത്തോടെ സ്വാമിക്ക് സദ്യ ഓരോന്നായിട്ട് വിളമ്പി. പിന്നെ ഞങ്ങൾ അങ്ങനെ കാത്തിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇതിൽ കുറച്ച് ആളുകൾ കുറവൊക്കെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങിയേ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും മഹിയേട്ടനും അവരെ കൂട്ടുകാരും ഒക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തേ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികൾ ഫോണിൽ കളി തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.